യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മോള് വേഗം പോയി ഫ്രഷ് ആവ്. അപ്പോഴേക്കും വല്യമ്മ കഴിക്കാനെടുക്കാം. എനിക്കൊന്നും വേണ്ട. അതെന്താ? വരുന്ന വഴി നിങ്ങൾ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. നീ എന്താ മോളെ ഇങ്ങനെ? നിനക്ക് എന്താ പറ്റിയേ? നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു പോലും വല്യമ്മ ചോദിച്ചില്ലല്ലോ. നിന്നെ തിരിച്ചു കിട്ടിയത് തന്നെ മഹാഭാഗ്യൊന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. എന്തിനാ മോളെ നീ എന്നെ നോവിക്കുന്നേ? ഞാൻ ആരെയും നോവിച്ചില്ല. എന്റെ നോവുകൾ ആരും അറിയാൻ വേണ്ട. മോളെ, സ്വന്തം അമ്മയ്ക്ക് പോലും വേണ്ടാത്തവളാ ഞാൻ. പിന്നെ എന്തിനാ വല്യമ്മയ്ക്ക് എന്നെ? മോളെ, ആരും വേണ്ട. എനിക്ക് ആരും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ ജീവിക്കുന്നേ? ജീവിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അമൃതേ, മരിക്കാൻ പോയതാ ഞാൻ. പിന്നെ എനിക്ക് വേണ്ടി മരിക്കാൻ പോയ മറ്റൊരാളെ കണ്ടപ്പോ ജീവിക്കണമെന്ന് തോന്നി. നീ നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? എന്റെ അച്ഛൻ മാണിക്യമംഗലത്തെ ചന്ദ്രദാസ്. ഹലോ ചേച്ചി, പറ. ചന്ദ്രനും അമൃത ഇവിടെയുണ്ട്. നീ അവളെ വീണ്ടും തല്ലി ഇറക്കി വിട്ടല്ലേ? കടലോള സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്തിനാ നന്ദിതേ നീ ഇങ്ങനെ സ്വയം വെറുത്ത് അവളെ വെറുപ്പിക്കുന്നത്? നീ എന്താ ഒന്നും പറയാത്തെ? ഞാൻ എന്ത് പറയാനാ ചേച്ചി? നീ എന്തിനാ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്? ഇത്രയും കാലം കാണാതിരുന്നിട്ട് ഇത്രമാത്രം നീ ഉരുകിയിട്ട് എന്തിനായിരുന്നടി? അവള് എന്തു പറഞ്ഞു? നീ അവളെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. നീയാണ് അവളെ എങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞു. നീ കേൾക്കുന്നുണ്ടോ? അവളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോ അവൾ പറഞ്ഞത് 100% ശരിയല്ലേ? സ്നേഹം ഒളിച്ചു വെക്കാനുള്ളതല്ലടി. അത് പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് പ്രകടിപ്പിക്കാൻ കൂടിയുള്ളതാ. അപ്പോഴേ നമ്മൾ മനുഷ്യരാവും. ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി. ഇനിയെങ്കിലും തിരുത്താൻ നോക്ക്. ഞാൻ എന്താ ചേച്ചി വേണ്ടത്? അമ്മയാവണം. അമൃതയുടെ അമ്മയാവണം. ക്ഷോഭം കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും നേടാൻ കഴിയാതെ പോയത് സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും തിരിച്ചു പിടിക്കണം. നീ അവളെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവൾ നിന്നെയും അറിയൂ. അതിനാദ്യം വേണ്ടത് സാമീപ്യ. കഴിഞ്ഞതൊക്കെ മറന്ന് നീ മാണിക്യമംഗലത്ത് വന്ന് അവളുടെ കൂടെ താമസിക്കണം. നിനക്ക് നിന്റെ മകളെ തിരിച്ചു കിട്ടാൻ അതല്ലാതെ വേറെ മാർഗമില്ല. എനിക്ക് അവളൊരു ബാധ്യത ആയതുകൊണ്ടല്ല, നാളെ അവള് നിനക്കൊരു ബാധ്യത ആകാതിരിക്കാൻ വേണ്ടിയാ. അവളുടെ ഇന്നലകൾ അവളെ ഓർമ്മിപ്പിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തോടെ വേണം നീ വരാൻ. പുതിയൊരു നന്ദിതയായി, അമൃതയുടെ അമ്മയായി, ചന്ദ്രന്റെ ഭാര്യയായി. എന്താ, നിനക്ക് തിരിച്ചു വന്നൂടെ? മാണിക്യമംഗലത്തെ ആ പഴയ കളിയും ചിരിയും വീറും വാശിയുമുള്ള നന്ദിത ചന്ദ്രദാസായി.
കമലാക്ഷി ചേച്ചി, അല്ല എന്താ എല്ലാരും കൂടെ ഇവിടെ? എന്താണെന്ന് ചേച്ചിക്ക് അറിയില്ലേ? അതോ ഈ കടപ്പുറം മുടിക്കാൻ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ? റോയ് എന്തൊക്കെയായി പറയുന്നേ? ഇന്ന് വരെ കമലാക്ഷി അറിഞ്ഞോണ്ട് ആർക്കേലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ? ഈ ഒന്ന് മാത്രം പോരെ? സർവനാശത്തിന് വേറൊന്നും വേണ്ട. ബഹളം കൂട്ടാൻ നീ കാര്യം പറോയി. ആ പെണ്ണിന്റെയും ചെക്കന്റെയും കല്യാണം നടത്തി ഈ തുറയെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാന്ന് വാക്ക് പറഞ്ഞിട്ട് നാളെത്രയായി? ഓ അതാണോ കാര്യം? കമലാക്ഷി വാക്ക് പറഞ്ഞ വാക്കാ. അങ്ങനെ നാക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോ എവിടെ വെച്ച് നടത്തും? സമയവും സാഹചര്യം ഒത്തുവന്ന ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഈ കോളനിയിൽ വെച്ചിട്ട് നമ്മൾ നടത്തും. എന്നാണാവോ ഇനി സമയവും സാഹചര്യം ഒത്തുവരുന്നത്? പെണ്ണും ചെക്കനും ബാംഗ്ലൂരിൽ നിന്ന് നാളെ എത്തും. അവര് വന്ന അടുത്ത നിമിഷം തന്നെ പെണ്ണ് കാണല്, തൊട്ടടുത്ത ശുഭമുഹൂർത്തത്തിൽ കല്യാണം. എന്താ അതുപോലെ? പ്രിയപ്പെട്ട അജയ, ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും നീ അനുസരിക്കുന്നില്ല. നീ എന്താണ് ആ കോതാറച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് മന്ദാകിനി മനോഹരനെ ഇതുവരെ പോയി കാണാതിരുന്നത്? ഞാൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചാൽ നിന്റെ സാമ്രാജ്യം കടലെടുത്ത് പോകാതെ നിനക്ക് സംരക്ഷിക്കാൻ കഴിയും. സ്നേഹപൂർവ്വം, സ്വന്തം വിശ്വേട്ടൻ. അത്ര അത്യാവശ്യമുള്ള കാര്യമായിട്ടാണല്ലോ ഞാൻ നിന്നെ അത് ഏൽപ്പിച്ചത്. അകലെയാണെങ്കിലും അരികെ നിന്ന് ചേർത്ത് പിടിച്ച് മാണിക്യമംഗലത്തെ വീടിനെ രക്ഷിക്കാനുള്ള സാഹസത്തിലാണ് ഞാൻ. നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും. ഫോണിൽ കൂടി ഒറ്റയ്ക്ക് ഇതൊക്കെ നടപ്പിലാക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. കാര്യങ്ങളൊക്കെ നീ നേരിൽ പഠിക്കണം എന്ന ആഗ്രഹം കൊണ്ടാ. നീയാ ഇപ്പൊ മാണിക്യമംഗലത്തെ വിശ്വനാഥൻ. മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് ഞാൻ നിയമിച്ച എന്റെ പ്രതിപുരുഷൻ.